സംസ്ഥാന ഭാരവാഹി അജാസ് ഉൾപ്പെടെയുള്ളവർ ചേരുന്നുണ്ട്. പോലീസിനെതിരെയും ഷാജഹാനെതിരെയും ശക്തമായ നടപടി വേണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഷാജഹാന്റെ വീട്ടിലേക്കാണ്, ഇനി ഷാജഹാന്റെ ബെഡ്റൂമിലേക്ക് കയറേണ്ടി വന്നാലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ KSU തയ്യാറാണ്. പോലീസിനെതിരെ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം KSU പ്രവർത്തകരെ കറുപ്പ് മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ SHO ഷാജഹാനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നവരെ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുമെന്നുള്ളതാണ് KSU പ്രവർത്തകർ അറിയിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ് KSU നേതാക്കൾ ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോഴും 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും KSU പ്രവർത്തകർ ഈ മേഖലയിൽ നിന്നും പിരിഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും ആ പ്രതിഷേധക്കാർ പോലീസിന് നേരെ മുദ്രാവാക്യ വിളികളുമായി ഇപ്പോഴും ഈ ബാരിക്കേഡ് മറികടന്ന് ഈ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നീങ്ങാനുള്ള നീക്കത്തിലാണ്. കഴിഞ്ഞ ദിവസം SHO ഷാജഹാനെ പട്ടാമ്പി ശങ്കരമംഗലത്തെ വീട്ടിലേക്ക് KSU പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചപ്പോൾ തിരുവേഗപ്പുറ KSU മണ്ഡലം പ്രസിഡന്റായ അക്ഷയെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ KSU പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുള്ളത് KSU പ്രവർത്തകർ അറിയിച്ചത്. ഇപ്പോൾ 4ാം തവണ വീണ്ടും ആ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കാനുള്ള നീക്കത്തിലേക്ക് പോയി. ഇപ്പോൾ ജലപീരങ്കി 4ാം തവണയും ഇപ്പോൾ പോലീസിന് നേരെ വീണ്ടും പ്രതിഷേധമായി തിരിയുന്നു. ബാരിക്കേഡ് വീണ്ടും മറിച്ചിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. 4 തവണ ഇതിനോടൊപ്പം തന്നെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചതാണ്. പക്ഷേ തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാവുന്നില്ല. കൂടുതൽ പ്രവർത്തകർ ഈ മേഖലയിലേക്ക് എത്തുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ KS ജയഘോഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസ് KSU പ്രവർത്തകർക്ക് നേരെ നടത്തിയിട്ടുള്ള ഈ നടപടിക്ക് നേരെ അതിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും മുദ്രാവാക്യ വിളികളുമായി, അതായത് ഇപ്പോഴും പോലീസിനെതിരെ മുദ്രാവാക്യ വിളികളുമായി KSU പ്രവർത്തകർ തുടരുന്നു. തങ്ങൾ ബാരിക്കേഡ് മറികടക്കും, ജില്ലാ പോലീസ് മേധാവിയെ നേരിൽ അറിയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ KSUയുടെ നേതാക്കൾ അറിയിക്കുന്നത്. ഇനി ഇത്തരത്തിൽ തങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് ഇനിയും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ തങ്ങൾ സംഘടിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ KSUവിന്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള അജാസ് കുഴൽമന്നം ഉൾപ്പെടെയുള്ള നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്നു. വീണ്ടും ബാരിക്കേഡ് മുകളിൽ കയറി നിന്ന് ഇപ്പോൾ പോലീസിന് നേരെ മുദ്രാവാക്യ വിളികളുമായി പ്രവർത്തകർ തുടരുന്നു. ഇപ്പോൾ ബാരിക്കേഡിൽ കെട്ടിയിരുന്ന വടങ്ങൾ മുഴുവൻ പോലീസ് ബാരിക്കേഡ് മുകളിൽ കെട്ടിയിരുന്ന വടങ്ങൾ മുഴുവൻ ഇപ്പോൾ പ്രവർത്തകർ അഴിച്ചു മാറ്റിയിരിക്കുന്നു. അതിനുശേഷം ബാരിക്കേഡുകൾ മാറ്റി ഈ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ KSU പ്രവർത്തകരുടെ ശ്രമം.